അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ബ്രെഡ് ബനാന മിൽക്ക് കേക്കാണ് കേട്ടോ. ബ്രെഡും പഴവും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡ് ബനാന മിൽക്ക് കേക്ക് ഉണ്ടാക്കാം. ബ്രെഡ് ബനാന പുഡിംഗ് ഒന്നും പറയാം കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡിസർട്ടാണത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു പഴത്തിന് എന്താ പറയുക അറിയില്ല കേട്ടോ. നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ ഇതിന് മൈസൂർ പഴം എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ കൂടുതൽ യൂട്യൂബിൽ കണ്ടിട്ടുള്ളത് റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മൈസൂർ പഴമാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പഴം സ്ലൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡിലേക്കൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലവണ്ണം ഉടച്ചങ്ങാണ്ട് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 സ്ലൈസ് പഴം ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ വെച്ചിട്ട് അമർത്തി കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റീൽ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ്സായി വന്ന് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഈ ഒരു ബ്രെഡും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനും കൂടി വെച്ചിട്ട് വേണം 4 ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാനാണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ ഉള്ളിൽ നല്ലവണ്ണം ഒന്ന് ബനാന ഫില്ല് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് 4 സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 ബ്രെഡാണ് ഇട്ടത്. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്കാണ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇനി മെയിനായിട്ട് വേണ്ടത് പാലാണ് കേട്ടോ. പാല് ഒരു ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത്. അത് മിജുമാൻ്റെ ഗ്ലാസ്സാണ് ഇട്ടത്. ഈ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലാസ്. മിജുമാൻ്റെ ബർത്ത്ഡേക്ക് മിജുമാൻ്റെ ബാബ ഗിഫ്റ്റായി കൊടുത്തതാണ് കേട്ടോ. ഈ ഒരു ക്ലാസ് അധികം എടുക്കലില്ല കേട്ടോ. പുറത്ത് പേടിയാണ്, ചാടി പൊട്ടുന്നുള്ള പേടിയിൽ ഒരു ക്ലാസ് പിന്നെ ഷോക്കേസ് തന്നെ വെക്കലാണ്. അപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ പാൽ ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സിൽ 2 ടേബിൾ സ്പൂണോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് വേണം ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നല്ലവണ്ണം പാലും പഞ്ചസാര ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ഒരു ടേസ്റ്റ് ആവും കിട്ടുന്നത്. ഈ ഒരു ലെവലിലാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ചൂടായാൽ കുറച്ച് നെയ്യിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂണോ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണം ഫില്ല് ചെയ്തിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കാൻ. ഇനി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് സൈഡിലൂടെ ഒന്ന് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സൈഡിലൂടെ സെൻറ്റർ കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സൈഡിലൂടെ ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഉള്ളിലേക്കൊക്കെ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം പിടിക്കണം. ബ്രെഡൊക്കെ നല്ലവണ്ണം ഒന്ന് സോക്കായിട്ട് വരും. ഈ പാലൊക്കെ നല്ലവണ്ണം ഉള്ളിലേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് അപ്പുറത്തേക്ക് ഇരുന്നിട്ടിട്ട് മറിച്ച് അതേപോലെ തന്നെ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഭാഗം ഒന്ന് നല്ലവണ്ണം ഒന്ന് വറ്റി വന്നാൽ വീണ്ടും ഇതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് ഇനിയും കുറച്ചും കൂടി മിൽക്ക് ഒഴിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. 2 സൈഡും പാലൊക്കെ ഒഴിച്ചിട്ട് നല്ലവണ്ണം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ക്രീമി ലെവലിലായിട്ട് നമ്മൾ ബ്രെഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം ഓപ്ഷണലാണ് കേട്ടോ. പാലിൽ തന്നെ മധുരം ഇട്ടിട്ടുണ്ട്. അപ്പം അത്യാവശ്യം മധുരം വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഭാഗം വറ്റിച്ചെടുത്ത പോലെ തന്നെ സെക്കൻഡ് പാർട്ടും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതുപോലെ തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ബനാന മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ബനാന മിൽക്ക് കേക്കൊന്നും പറയാം, ബ്രെഡ് ബനാന പുഡിംഗ് ഒന്നും പറയാം കേട്ടോ. ഇതൊരു ഡിസേർട്ടാണ്. ഇതിൻ്റെ കൂടെ തേൻ ഒഴിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.